ഗൈസ്, വെൽക്കം ബാക്ക് ടു ജോഹാന ജോഷീസ് വീഡിയോ. എൻ്റെ പേര് ജോഹാന. ഇന്ന് നമ്മൾ സോസേജ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോസേജ് എങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കാം, ബോയിലുമായിട്ട് ഉണ്ടാക്കാം, ഫ്രൈയുമായിട്ടും ഉണ്ടാക്കാം. ഞങ്ങളിപ്പോൾ ഇന്ന് ഇവിടെ ബോയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ വട്ടം. കാരണം ആദ്യത്തെ വട്ടം ഇത് വാങ്ങിയപ്പോൾ എവിടെയോ ആയിട്ടുള്ള, പിന്നെ കുറേ ഫ്രൈ ആയിരുന്നു. ഫ്രൈ സമയത്ത് ഞാൻ പട്ടുമായിട്ട് വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെയ്യുന്നത് ബോയിൽ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പം നമ്മളുടെ ബോയിൽ ആക്കാൻ വേണ്ടി സ്റ്റീമിൽ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ സോസേജ് ഇട്ടിട്ടുണ്ട് ഗൈസ്. സോസേജ് നമ്മൾ ഇട്ടിട്ട് അതൊന്ന് അലക്കി കൊടുത്തായിരുന്നു. ഞാൻ ഇത്രയും ബിഗായത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. നമ്മൾ അലക്കി കൊടുക്കും. കൊടുക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം ഗൈസ്. അത് അലക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഹോട്ടൽ ഇങ്ങനെയായിട്ടും ഇരിക്കണ്ട ഗൈസ്. ഈ ഫോണ് കുറച്ച് കുഴപ്പമുണ്ട് ഗൈസ്. ബാക്ക് ക്യാമറ ആയിട്ട് എടുത്തിട്ട് പിന്നെ അതൊരു കുഴപ്പം കൂടെ ഉണ്ട്. എനിക്കത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു ഗൈസ്. ഞാൻ എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് എടുത്തു ഗൈസ്. എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് ഞാൻ ആക്ച്വലി മൊബൈൽ സ്റ്റാൻഡൊന്നും എടുത്തില്ല, വെറുതെ എനിക്ക് ഓരോന്ന് പറയാൻ തോന്നി. ഞാൻ ആക്ച്വലി എൻ്റെ കൈ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കയറ്റി വെക്കാൻ പറ്റും. അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പിന്നെ എടുത്ത് കാട്ടില്ല. ഐ ഫ്ലൈ എന്ന് പറഞ്ഞ ഷോട്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് കാട്ടിത്തരുവാണ് ഗൈസ്. നമ്മളെങ്ങനെ കാണും, അപ്പം നമ്മുടെ ഫേസ് മാത്രമേ ക്യാമറയിൽ കൂടെ കാണും. എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ റിയലായിട്ട് ഫ്ലൈ ആയിട്ട് തോന്നും. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ ഞാൻ പോസ് ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. ഇങ്ങനെ അതിലൂടെയാണ് കുറച്ച് പാളി പോയിട്ടുണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്തു. ഇത് ഫസ്റ്റ് ട്രൈ ഉണ്ടായപ്പോൾ കാരണം ആരും അങ്ങനത്തെ ഒരു ഐഡിയ തിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ മാത്രം തിങ്ക് ചെയ്തു ഇട്ടു. പിന്നെ ഞാനാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നില്ല, ഞാനിങ്ങനെ റൺ ചെയ്യുന്നു. അതും ഒരു 72 വ്യൂവേഴ്സാണ്. എനിക്കിപ്പോൾ അറിയത്തില്ല എത്രയാണെന്നൊന്നും. കാരണം ഞാൻ ആദ്യമേ നോക്കിയപ്പോൾ 72 വ്യൂവേഴ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഹായ് ഗൈസ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ അമ്മയ്ക്കും യൂട്യൂബ് ചാനലുണ്ട്, എന്നാലും അത് പണ്ടത്തെയാണ് ഗൈസ്. അത് പണ്ടത്തെയാണ്. എൻ്റെ അപ്പയ്ക്കുണ്ട്, അതും പണ്ടത്തെയാണ്. എന്നതെങ്കിൽ ഇതെന്തോ യൂട്യൂബ് ഫാമിലിയോ? അല്ല ഗൈസ്, ഇങ്ങനെ ഒരു യൂട്യൂബേ ഉള്ളൂ, ഈ ഒരേ യൂട്യൂബൊക്കെ എല്ലാം പണ്ടത്തെയാണ്. ഞാൻ ഇടും, ഞാൻ ഇടാൻ പറ്റുമെന്ന് ഞാൻ ഇട്ട് നിങ്ങൾ അങ്ങനെ ഹിസ്റ്ററിയിൽ ഇട്ട് കാണാനായിട്ട് മേ ബി ന്യൂ ആയിട്ട് കാണും. മേ ബി എനിക്കറിയത്തില്ല ഞാൻ ഇടുന്നു. കാരണം എൻ്റെ അപ്പേൻ്റെ ഫോൺ എനിക്ക് തീർച്ചയായിട്ടും കിട്ടും. കാരണം പപ്പേൻ്റെ ഐഫോണിലാണ് ഉള്ളത്. എനിക്ക് തീരെ കിട്ടത്തില്ല ഗൈസ്. കാരണം പപ്പൻ്റെ കമ്പനി പപ്പ എപ്പോഴും ലൈക്ക് ഹലോ 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 അങ്ങനെയുണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ടായിട്ട് എനിക്ക് കിട്ടും, ഇപ്പം കിട്ടത്തില്ല ഗൈസ്. ഇമ്പോർട്ടൻ്റ് ആണോ എനിക്കറിയത്തില്ല, വെറുതെ ഓരോന്നും പറയും. എൻ്റെ അമ്മേൻ്റെ കിട്ടുന്ന ഡ്രീം വിചാരിച്ചാൽ മതി ഗൈസ്. കാരണം എൻ്റെ അമ്മ
അമ്മ ഡ്യൂട്ടിക്ക് പോകുന്ന നേരത്ത് ഞങ്ങളിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഫോണും കുന്തറപ്പാൻ്റെയും കണ്ടുകൊണ്ടിരുന്നു ചാർജ് ചെയ്യുന്നത്. ഇന്ന് മമ്മിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇത് ചാർജ് തീർന്നു പോയാൽ മമ്മി എന്നെ വഴക്ക് പറയും ഗൈസ്. അതുകൊണ്ട് ഞാൻ മമ്മീൻ്റെ മേടിക്കത്തില്ല. മമ്മി ഇങ്ങനെ പാസ്വേഡ് ചേഞ്ച് ചെയ്യും, എന്നാലും ഞാൻ പാസ്വേഡ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും ഗൈസ്. ഇപ്പോഴും എനിക്കറിയാം. ഇപ്പം എനിക്ക് ഈ വീട്ടിലുള്ള എല്ലാ ഫോണും എല്ലാത്തിൻ്റെയും പാസ്വേഡ് അറിയാം. എൻ്റെ പപ്പാൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ അറിയാം. എൻ്റെ അമ്മേൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ പാസ്വേഡ് ഇല്ല. എൻ്റെ അപ്പേൻ്റെ ഫോണിനറിയാം. എൻ്റെ അപ്പേൻ്റെ രണ്ടാമത്തെ ഫോണിനറിയാം. എൻ്റെ അമ്മേൻ്റെ ഫോണിനറിയാം. പിന്നെ എൻ്റെ ഇവിടുത്തെ ഒരു പപ്പേൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അർജുൻ അങ്കിളിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് അറിയാം. പിന്നെ ഏതന്നെ പിന്നെ നമ്മളുടെ ഇവിടെ പപ്പാൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫോണാണെന്ന് പറഞ്ഞു പപ്പ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോണിൻ്റെ പാസ്വേഡ് എനിക്കറിയാം ഗൈസ്. പിന്നെ പപ്പേൻ്റെ ലാപ്ടോപ്പിൻ്റെയും അറിയാം ഗൈസ്. ലാപ്ടോപ്പിൻ്റെ അറിയാം, പപ്പേൻ്റെ സെക്കൻഡ് സ്മാർട്ട് വാച്ചിൻ്റെ അറിയാം, ഫസ്റ്റ് സ്മാർട്ട് വാച്ചിൻ്റെ അറിയാം. അങ്ങനെ കുറേ എനിക്കറിയാം. പിന്നെ എനിക്ക് എന്തുവാണ്, പിന്നെ എനിക്ക് ഇത്രയും ഡിവൈസേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. പിന്നെ എൻ്റെ ബെദർക്ക് എൻ്റെനേക്കാളും കുറച്ച് കുറവാണ്. ഞാൻ ഈ ഫോണില്ലേ, എൻ്റെ ഈ ഫോണ് ഞാൻ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫോണിലാണെങ്കിൽ പാസ്വേഡ് ഞാൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ അവനാണെങ്കിൽ ഗൈസ്, ഇതാണ് ഫണ്ണിയസ്റ്റ്. അവന് കാണാതെ ഞാനൊരു ആപ്പ് ലോക്ക് ഇൻസ്റ്റാൾ ചെയ്തത്. കാരണം അവനാണെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് അവൻ ബാൻ ചെയ്വൻ ഞാൻ റോബ്ലോക്സ് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആപ്പ് ലോക്ക് ഇൻസ്റ്റാൾ ചെയ്തു ഗൈസ്. അപ്പം അവൻ എന്തുവാ, അപ്പം അവൻ എൻ്റെ ഒരു ആപ്പ് ലോക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അവൻ പാസ്വേഡ് പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് ഞാൻ ആപ്പ് ലോക്ക് ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ അവൻ്റെ ഫോണിൽ ഡിലീറ്റ് ആക്കിയില്ല. എന്നിട്ട് ഞാൻ പിന്നെ ചേഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞായിരിക്കില്ല നിങ്ങൾക്ക് ഗൈസ്, ദാറ്റ്സ് എ ബിഗ് സീക്രട്ട്. ആൻഡ് maybe if he look at the videos, that's why he will know. That's why. So I'm not going to tell him the password. ഒരു ക്ലൂ തരും, ജഹാന ആൻഡ് ജോവാൻ ജെൻസി. ഒരു ക്ലൂ ആട്ടോ, ഇത് ശരിക്കുള്ള പാസ്വേഡേ അല്ല ഗൈസ്. നമ്മുടെ ബോയിൻ്റെ ഹോട്ട് ഡോഗ് ഈസ് ഡൺ. ജോവാൻ, നമ്മുടെ ജോവാൻ വന്നു ഗൈസ്. ഇനി ഞാൻ പറഞ്ഞു നോക്കാം അത് എങ്ങനെയുണ്ട്. അതൊന്ന് എടുക്കണം, അത് കുറച്ച് ചൂടാണ്. അപ്പം നമുക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ പോവാം ഗൈസ്. എൻ്റെ ബെദർക്ക് ഇതുവരെയായിട്ട് എന്നിട്ട് ഞാനൊരു പാസ്വേഡും കൂടെ അവൻ എന്നെ ഡിലീറ്റ് ബാൻ ചെയ്യും റോബ്ലോക്സിന്. ബിക്കോസ് അവന് കുറേ കാലം പവറുണ്ട് എന്നെക്കാളും. കാരണം അവൻ ഒരു ഭാവിയിലൊക്കെ എല്ലാ ഗെയിം അവൻ കളിച്ച് തീർക്കും. എനിക്കൊരു ഗെയിം അവൻ ബാക്കി വെക്കും. എന്നിട്ട് അവൻ്റെ കൂടെ കളിച്ചില്ലെങ്കിൽ അവൻ ബാൻ ചെയ്യും. കാരണം അവൻ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു ഗെയിം എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടില്ല, ബാൻ്റെ പവർ കിട്ടി. ആഡ്മിൻ്റെ പവർ കിട്ടി. എൻ്റെ മാതാവിൻ്റെ ദാസി ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞാൽ മതി. അവനൊട്ടും എനിക്ക് ആ പവറും തന്നില്ല ഗൈസ്. അവന് പറയാൻ അറിയത്തില്ല ഗൈസ്. പിന്നെ അവന് കുറേ റോബോക്സും ഉണ്ട് ഗൈസ്, ബട്ട് അവൻ യൂസ് ചെയ്യുന്നില്ല ഗൈസ്. അതാണ് പ്രശ്നം. എന്നിട്ട് എന്നെ ബാൻ ചെയ്യും. എന്നിട്ട് റോബ്ലോക്സ് ഡിലീറ്റ് ആക്കണം. ഐ ടോൾഡ് യു ഗൈസ് ഐ വിൽ പ്ലേ റോബ്ലോക്സ് വിത്ത് യു. ബട്ട് എനിക്ക് ഈ ഫോണിലാണ് ഫിലിം ചെയ്യാൻ പറ്റും. ബട്ട് ഐഫോൺ എനിക്ക് ചിലപ്പോൾ കിട്ടും, അപ്പം മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ ഗൈസ്. സോ യു നീഡ് ടു വെയിറ്റ്. സോറി ഗൈസ്, സോറി. അപ്പം ഇന്ന് നമ്മൾ എന്തുവാ അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ പാസ്വേഡ് ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് അവിടെ പാസ്വേഡ് കിട്ടി ഗൈസ്. അമ്മയെ ഞാൻ പേടിച്ച് പോയിട്ട് ഞാൻ പാസ്വേഡ് എടുത്ത് ചേഞ്ച് ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ
കാണാതെ പയ്യെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് ഗൈസ്. ഈ വട്ടം ഞാൻ പാറ്റേനല്ലാന്ന് കേട്ടോ. ഈ വട്ടം ഞാൻ എന്തിങ്ങനെ ടൈപ്പ് ചെയ്യുന്നില്ല, കീബോർഡ് ഇട്ടു. പിന്നാണ് ഞാൻ അല്ലെങ്കിൽ ഇടാൻ പോയത്. അപ്പം അവൻ അറിയാമല്ലോ, അത് പിന്നായോണ്ട് എനിക്ക് പിന്നെ കുറച്ച് അവന് ഈസിയാണ്. അതുകൊണ്ട് ഞാൻ പാറ്റേൺ ഇട്ടു. പാറ്റേൺ അവൻ എല്ലാ രീതിയിലും കാട്ടിയിട്ട് ഹാർഡാന്ന് പറഞ്ഞപ്പോൾ അവനെല്ലാം ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് അവൻ കണ്ടുപിടിച്ചു. ഞാൻ പേടിച്ച് പണ്ടാലിറങ്ങിയിട്ട് ഞാൻ അടുത്തത് ചേഞ്ച് ചെയ്തു. അവനിതുപോലെ അറിയത്തില്ല. ഐ ആം സോ ബ്രില്യൻറ്റ്. നമ്മുടെ ഹോട്ട് കിടക്കുന്നുണ്ട്. ഈ ഹോട്ട് ഡോഗ് നമ്മൾ കുറച്ച് നേരമായിട്ട് എടുക്കും. അപ്പം ഗൈസ്, ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഗൈസ്. നല്ല സൂപ്പറായിരിക്കും, ഉറപ്പാക്കണം. സോ ഡെലീഷ്യസ്. ഞാനിപ്പോൾ ഒരു വായ എടുത്ത് ഇങ്ങനെ കഴിച്ചിരുന്നു. ആഹാ, നല്ല ടേസ്റ്റ്. ഇതിൻ്റെ ഞാൻ ഫുള്ളായിട്ട് കഴിക്കണമെങ്കിൽ അബൌട്ട് മൈ ഫാമിലി പാർട്ട് 3 ഇടാം, അതിൻ്റെ കുറച്ച് പകുതി. അപ്പം ബൈ.